കേരളത്തിന്റെ നേട്ടത്തിൽ ബി.ജെ.പിയെ പോലെ കോൺഗ്രസിനും അസഹിഷ്ണുതയാണെന്ന് എ റഹീം എം.പി. കെ.സി. വേണുഗോപാൽ പദവിക്ക് നിരക്കുന്ന രീതിയിൽ പെരുമാറണം. സംസ്ഥാനത്തിന്റെ നേട്ടത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞപ്പോൾ അസഹിഷ്ണുതയോടെ പെരുമാറി. മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ളവർ കേരള നേട്ടത്തിന് നേരെ കണ്ണടച്ചു പിടിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നോർത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു. സംസ്ഥാനത്ത് തുടർച്ചയായ മൂന്നാം ഇടത് ഭരണത്തിന് കളമൊരുങ്ങിയെന്നും എ റഹീം പറഞ്ഞു. കേരളത്തിൽ കോൺഗ്രസ് വല്ലാതെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണം ഒരു തുടർഭരണത്തിൻ്റെ ശരിയായ ലക്ഷണങ്ങൾ കേരളത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രകടമാവുകയാണ്. മാത്യു ആവട്ടെ, ശ്രീ വി ഡി സതീശനാകട്ടെ, എന്നെ അത്ഭുതപ്പെടുന്നത് കെ.സി. വേണുഗോപാൽ. അത്ഭുതപ്പെടുന്നതല്ല, കെ.സി. വേണുഗോപാലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേച്ചറിന് അദ്ദേഹം ഇരിക്കുന്ന പദവിക്ക് ചേർന്ന സ്റ്റേറ്റ്മെൻറ്റാണോ? എത്ര വലിയ അസഹിഷ്ണുതയാണ് പ്രകടിപ്പിച്ചത്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ്? കേരളത്തിൻ്റെ വികസനമാണോ, അതോ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പും അധികാരവുമാണോ? അദ്ദേഹം AICCയുടെ വളരെ ഉയർന്ന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. കേരളത്തോട് ഒരു വലിയ ഇൻടോളറൻസ്, അസഹിഷ്ണുത BJPക്കുണ്ട്. കോൺഗ്രസിനെയും ആ അസഹിഷ്ണുത, ആ വെറുപ്പ് ഒക്കെ കേരളത്തിൻ്റെ വികസനത്തോടുമുള്ള ഇൻടോളറൻസ് പ്രകടമാക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. ധനസുമോദ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ധനസുമോദ, എന്തായാലും ശശി തരൂരിന്റെ ലേഖനം അത് CPM വലിയ രീതിയിൽ തന്നെ ഒരു നേട്ടമായി ഉയർത്തി കാണിക്കുമ്പോൾ അതിനെതിരെ കോൺഗ്രസിനകത്ത് നടക്കുന്ന പ്രസ്താവനകൾക്കെതിരെയാണ് എ റഹീം MP പ്രതികരിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ഇപ്പോൾ ശശി തരൂർ വിവാദത്തിൽ തുടങ്ങിയ ഈ ഒരു പ്രശ്നം ആളിക്കത്തിക്കാനാണ് ഇപ്പോൾ DYFI ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ മീഡിയ വണ്ണോട് സംസാരിച്ചപ്പോൾ എ റഹീം KC വേണുഗോപാലിനെതിരെ വരെ സംസാരിച്ചിരിക്കുന്നത്. കാരണം സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ കഴിഞ്ഞാൽ തൊട്ട് അടുത്ത സ്ഥാനം ഉള്ള രാജ്യത്തെ കോൺഗ്രസിനെ മൊത്തം നിയന്ത്രിക്കേണ്ട KC വേണുഗോപാലാണ് ഈ തരത്തിൽ തരൂർ വിവാദത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അത് കേരളത്തെ താഴ്ത്തി കെട്ടുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ്. അതായത് കേരളം ഉണ്ടാക്കിയെടുത്ത നേട്ടം അംഗീകരിക്കാൻ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ റഹീം മീഡിയ വണ്ണോട് സംസാരിച്ചിരിക്കുന്നത്. കാരണം കേരളം സമസ്ത മേഖലകളിലും നേട്ടം കൈവരിക്കുകയും മാത്രമല്ല അത് ഒരു തുടർ ഭരണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കളം ഒരുങ്ങുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി 2026 വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്നതിനെ ചൊല്ലിയുള്ള ഒരു തർക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒരു കാരണവശാലും ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു തർക്കം മാത്രമാണ് കോൺഗ്രസിൽ നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വി ഡി സതീശനും മാത്യു കുഴൽനാടനും MM ഹസനുമെതിരെയുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ റഹീം നടത്തിയിരിക്കുന്നത്. കാരണം CWC അംഗമായിരിക്കെ തന്നെ ആ നിലയിൽ നിന്നുകൊണ്ട് ശശി തരൂർ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു MM ഹസന്റെ പ്രസ്താവനയും തള്ളിക്കളയാണ്. പക്ഷേ ഇതിലെല്ലാം നിയന്ത്രിക്കുകയും ഒരു പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യേണ്ട ഒരു KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ ഇടപെടുന്നതില്ല ഒരു അസ്വസ്ഥത കൂടിയാണ് ഇപ്പോൾ റഹീം മീഡിയ വണ്ണോട് സംസാരിച്ചിരിക്കുന്നത്.